ഇന്ന് കേരളം കേട്ടുണർന്നത് ഒരു കൊടും കുറ്റവാളിയുടെ ജയിൽ ചാട്ട വാർത്തയാണ്. സംസ്ഥാനത്തെ ജയിൽ സുരക്ഷയെ ചോദ്യമുനമ്പിലാക്കിക്കൊണ്ടായിരുന്നു കണ്ണൂർ സെൻട്രൽ ജയിലിലെ അതീവ സുരക്ഷാ ബ്ലോക്കിൽ നിന്നുള്ള ഗോവിന്ദച്ചാമിയുടെ തടവുചാട്ടം. കൃത്യമായ ക്രിമിനൽ ആസൂത്രണത്തോടെ കൊടും കൊലയാളി തയ്യാറാക്കിയ പദ്ധതി ജയിൽ ഉദ്യോഗസ്ഥരിൽ ഒരാളും അറിഞ്ഞില്ല. സെല്ലിന്റെ അഴിമുറിക്കാനും പുതപ്പ് വിരിച്ച് വടമാക്കി ജയിൽ മതിൽ ചാടാനും 3 മാസത്തെ തയ്യാറെടുപ്പാണ് ഗോവിന്ദച്ചാമി നടത്തിയത്. കമ്പികൾക്കിടയിലൂടെ കടക്കാനാവും വിധം ഭക്ഷണം കുറച്ച് ശരീരം മെലിയിച്ചത് മുതൽ ഗോവിന്ദച്ചാമി തയ്യാറാക്കിയ ജയിൽ ബ്രേക്ക് പ്ലാനുകൾ കേട്ട് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് നമ്മളെല്ലാവരും. എന്താ ഇതൊന്നും ജയിൽ അധികൃതർ അറിഞ്ഞില്ല? RDX അന്വേഷിക്കുകയാണ്. ആദ്യം RDX റാം. പുലർച്ചെ ജയിലിലെ സകല സുരക്ഷാ വലയവും നിഷ്പ്രഭമാക്കി രക്ഷപ്പെട്ട ഗോവിന്ദച്ചാമിയെ പോലീസ് കണ്ടെത്തിയത് മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ. കണ്ണൂരിലെ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിന്റെ പഴയ കെട്ടിടത്തിലെ കിണറ്റിൽ നിന്നാണ് ഗോവിന്ദച്ചാമി പിടിയിലായത്. ജയിൽ ചാടാൻ മാസങ്ങൾക്ക് മുന്നേ പഴുതില്ലാത്ത പദ്ധതി തയ്യാറാക്കി ഗോവിന്ദച്ചാമി. ഭക്ഷണം കുറച്ച് ശരീരഭാരം കുറച്ചു. ആരം പോലെ ഏതോ ആയുധം സംഘടിപ്പിച്ച് ജയിലഴി ദിവസവും കുറേശ്ശെ മുറിച്ചാണ് രക്ഷപ്പെട്ടത്. അതീവ സുരക്ഷാ ബ്ലോക്കിൽ നിന്ന് ക്വാറന്റൈൻ ബ്ലോക്ക് വഴി ജയിൽ മതിലിനരികിലെത്തി പുതപ്പ് പിരിച്ച് വടമാക്കി മതിൽ ചാടി രക്ഷപ്പെട്ടെന്നാണ് ജയിൽ അധികൃതരുടെ വിശദീകരണം. രാവിലെ നടത്തിയ പതിവ് പരിശോധനയിലാണ് ഗോവിന്ദച്ചാമി ജയിലിൽ ഇല്ലെന്ന വിവരം അധികൃതർ അറിയുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലിലെ 3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. ജയിൽ DIGയുടെ അന്വേഷണ റിപ്പോർട്ട് അനുസരിച്ച് തുടർ നടപടികൾ ഉണ്ടായേക്കും. ഗോവിന്ദച്ചാമിയെ കണ്ണൂർ ജയിലിലെത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കി. വിയ്യൂർ ജയിലിലേക്ക് ഗോവിന്ദച്ചാമിയെ മാറ്റാനാണ് തീരുമാനം. RDX റാം, ന്യൂസ് മലയാളം. മുന്നേ തയ്യാറാക്കിയ വമ്പൻ പ്ലാൻ അനുസരിച്ചായിരുന്നു ഗോവിന്ദച്ചാമിയുടെ നീക്കം. മാസങ്ങൾക്ക് മുമ്പേ ഗോവിന്ദച്ചാമി ജയിൽ ചാട്ട പദ്ധതി ആസൂത്രണം ചെയ്തു. ശരീരഭാരം പകുതിയാക്കി കുറയ്ക്കാൻ ചോറൊഴിവാക്കി ചപ്പാത്തി മാത്രം കഴിച്ചു. ഉപ്പുവച്ച സെല്ലിന്റെ കമ്പികൾ തുരുമ്പിപ്പിച്ചു. ഇത് മുറിക്കാൻ ടൂളുകൾ തയ്യാറാക്കി. ദിവസങ്ങളെടുത്ത് കമ്പികൾ മുറിച്ചു. കമ്പിയുടെ താഴ്ഭാഗമാണ് മുറിച്ചത്. ജയിൽ അധികൃതർക്ക് മനസ്സിലാകാതിരിക്കാൻ കമ്പിയിൽ നൂൽ കെട്ടിവെച്ചു. ഉദ്യോഗസ്ഥർ അടുത്തേക്ക് വരാതിരിക്കാൻ വിസർജ്യം വാരിയെറിയാൻ തുടങ്ങി. ജയിൽ മതിലിന് മുകളിലെ ഫെൻസിംഗിൽ വൈദ്യുതി ഇല്ല എന്ന് മനസ്സിലാക്കി. കുളിക്കാനുള്ള വെള്ളം ശേഖരിക്കുന്ന ടാങ്ക് വഴി ക്വാറന്റൈൻ ബ്ലോക്കിലെത്തി. പ്ലാസ്റ്റിക് ഡ്രമ്മിന്റെ മുകളിൽ കയറി ഫെൻസിംഗിന്റെ മുകളിൽ കുടുക്കിട്ടു. ഇതിന് ഉണങ്ങാനിട്ടിരുന്ന തുണികളും ജയിൽ മോചിതരുടെ തുണികളും ശേഖരിച്ചു. തുണികൾ പിരിച്ചുകെട്ടി മതിലിന് മുകളിലെ ഫെൻസിംഗിലൂടെ പുറത്തു കടന്നു. പ്രധാന മതിലിനോട് ചേർന്ന മരത്തിലൂടെ മുകളിലേക്ക് കയറി ജയിൽ ചാടി. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം അറിയാമായിരുന്നു എന്നാണ് തമിഴ്നാട് സ്വദേശിയായ സഹതടവുകാരൻ പറയുന്നത്. സഹതടവുകാരനും ചാടാൻ ശ്രമിച്ചു. കമ്പിക്കുള്ളിലൂടെ പക്ഷെ പുറത്തു കിടക്കാനായില്ല. ഗോവിന്ദച്ചാമിയെ പാർപ്പിച്ചിരുന്നത് ജയിലിലെ ചതുരാകൃതിയിൽ ക്രമീകരിച്ചിരിക്കുന്ന 10ാം ബ്ലോക്കിലാണ്. 10ാം ബ്ലോക്കിന് മാത്രമായി പ്രത്യേകം മതിലും ഗേറ്റുമുണ്ട്. പുറത്തിറങ്ങിയാൽ 4 ഭാഗവും ചുമർ മാത്രമാണ്. അകത്തെ ചുമരിന് സമീപം 10 അടിയോളം ആഴത്തിൽ കിടങ്ങുമുണ്ട്. ഒരു ഹെഡ് വാർഡനും 2 വാർഡനും മുഴുവൻ സമയ നിരീക്ഷണ ചുമതലയുമുണ്ട്. രാത്രിയിൽ ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസറും സ്പെഷ്യൽ ഗാർഡും അപ്രതീക്ഷിത നിരീക്ഷണം നടത്തണം. എല്ലാ ദിവസവും സെല്ലിൽ കയറി ആയുധങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുകയും വേണം. ഇതിനിടെ ജയിൽ മാറ്റത്തിനായി പലതവണ ഗോവിന്ദച്ചാമി ശ്രമിച്ചിരുന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചത് മുതൽ ഗോവിന്ദച്ചാമി ഉദ്യോഗസ്ഥർക്ക് തലവേദനയാണ്. CCTV ക്യാമറ തകരാറിലാക്കൽ, എന്നും ബിരിയാണി ആവശ്യപ്പെട്ട് നിരന്തരം ബഹളം വയ്ക്കുക തുടങ്ങി എന്നും പ്രശ്നങ്ങൾ. ജയിലിലെ അക്രമങ്ങളിൽ കണ്ണൂർ കോടതി ഗോവിന്ദച്ചാമിയെ 10 മാസം തടവിന് വേറെ ശിക്ഷിച്ചിട്ടുണ്ട്. 2012 മാർച്ചിൽ ആത്മഹത്യാ നാടകം നടത്തി. മേൽക്കൂരയിലെ കഴുക്കോലിൽ ഉടുമുണ്ട് കെട്ടാൻ ശ്രമിച്ചു. കണ്ണൂർ ജയിൽ അന്തരീക്ഷം പറ്റുന്നില്ലെന്നും പൂജപ്പുരയിലേക്ക് മാറ്റണമെന്നും ആവശ്യപ്പെട്ട് സൂപ്രണ്ടിന് കത്ത് നൽകി. ബന്ധുക്കൾക്ക് വന്നു കാണാൻ സൗകര്യത്തിനായാണ് പൂജപ്പുരയിലേക്ക് മാറ്റം ആവശ്യപ്പെട്ടിരുന്നത്. തമിഴ്നാട്ടിലെ ഏതെങ്കിലും ജയിലിലേക്ക് മാറ്റണമെന്നും ആവശ്യമുന്നയിച്ചു. 2024 മാർച്ചിൽ ജയിൽ മേധാവി ഈ ആവശ്യം തള്ളി. മാനസികാസ്വാസ്ഥ്യം കാണിച്ച് ശിക്ഷാ ഇളവിന് ശ്രമിച്ചു. വധശിക്ഷ റദ്ദാക്കിയതോടെ ഇത് അവസാനിപ്പിക്കുകയും ചെയ്തു. സേലം വിരുദാചലം സമത്വപുരം ഐവത്തിക്കുടി സ്വദേശിയാണ് ഈ കൊടും ക്രിമിനൽ. സേലത്ത് ഇയാൾക്കെതിരെ നിരവധി പിടിച്ചുപറി, മോഷണ, അതിക്രമ കേസുകളുണ്ട്. തമിഴ്നാട്ടിൽ വിവിധ കാലയളവുകളിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുമുണ്ട്. കേരളത്തിൽ കഴിഞ്ഞിരുന്നത് ട്രെയിനിലെ കച്ചവടക്കാരൻ്റെ വേഷത്തിലാണ്. 2011 ഫെബ്രുവരി 1 എറണാകുളം ഷൊർണൂർ പാസഞ്ചറിലാണ് സൗമ്യ ആക്രമിക്കപ്പെട്ടത്. ഫെബ്രുവരി 2 ചേലക്കര പോലീസ് കേസെടുത്തു. ഫെബ്രുവരി 3 ടിക്കറ്റില്ലാതെ യാത്ര ചെയ്ത അംഗപരിമിതൻ RPFന്റെ പിടിയിലായി. സൗമ്യയെ ആക്രമിച്ച സേലം സ്വദേശിയായ ഗോവിന്ദച്ചാമി അടിയാളെന്ന് ഫെബ്രുവരി 4 വ്യക്തമാകുന്നു. ഗുരുതരമായി പരുക്കേറ്റ് ചികിത്സയിലായിരുന്ന സൗമ്യ ഫെബ്രുവരി 6 തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ചു. 2011 ഒക്ടോബർ 31 ഗോവിന്ദച്ചാമി കുറ്റക്കാരനാണ് എന്ന് തൃശൂർ 1ാം നമ്പർ അതിവേഗ കോടതി വിധിച്ചു.
വിചാരണ കോടതി ജഡ്ജി കെ രവീന്ദ്രബാബു ഗോവിന്ദചാമിക്ക് വധശിക്ഷ വിധിച്ചു. 2013 ഡിസംബർ 17 അതിവേഗ കോടതിയുടെ ഉത്തരവ് ഹൈക്കോടതി ശരിവെച്ചു. 2014 ജൂൺ 9 വധശിക്ഷ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി. 2016 സെപ്റ്റംബർ 15 വധശിക്ഷ സുപ്രീം കോടതി റദ്ദാക്കി. ജീവപര്യന്തം തടവാക്കുകയും ചെയ്തു. നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അതീവ സുരക്ഷാ ജയിലിൽ ഇത്ര വലിയ വീഴ്ച എങ്ങനെ വന്നു? ടവർ ഡ്യൂട്ടിയിലും CCTV കൺട്രോൾ റൂമിലുമുള്ളവരൊന്നും ഇത് കണ്ടില്ലേ? ഫെൻസിംഗിൽ വൈദ്യുതി ഇല്ലാതിരുന്നത് എന്തുകൊണ്ടായിരുന്നു? രാത്രി സമയത്ത് ജയിൽ പരിസരത്ത് പട്രോളിംഗ് ഇല്ലേ? മാസങ്ങൾ നീണ്ട ആസൂത്രണം കണ്ടെത്താൻ കഴിയാതിരുന്നത് എന്താണ്? ആരുടെയെങ്കിലും സഹായം ഗോവിന്ദചാമിക്ക് ലഭിച്ചിട്ടുണ്ടോ? ഇങ്ങനെ നിരവധിയായ ചോദ്യങ്ങളാണ് ഗോവിന്ദചാമിയുടെ ഈ ജയിൽ ചാട്ടത്തിന് ശേഷം ഉയരുന്നത്. സനീഷ്, വലിയ കുറ്റവാളിയാണ്, കൊടും കുറ്റവാളിയാണ്. കണ്ണൂർ ജയിലിലെ ഏറ്റവും സുരക്ഷിതമായി ഏറ്റവും വലിയ നിരീക്ഷണത്തിൽ പാർപ്പിക്കാവുന്ന ഇടത്ത് തന്നെയാണ് ഇയാളെ പാർപ്പിച്ചിരുന്നത് എന്ന് പറയുന്നു. പക്ഷേ എന്നിട്ടും ജയിൽ ചാടുന്ന സ്ഥിതിയുണ്ടായി. ഇയാൾക്ക് കഴിഞ്ഞ 3 മാസമായി ഉണ്ടാകുന്ന മാറ്റമൊക്കെ ജയിലധികൃതർ നിരീക്ഷിക്കേണ്ടത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. എങ്ങനെയാണ് ഈ ജയിൽ ചാട്ടത്തെക്കുറിച്ച് എന്താണ് തോന്നുന്നത്? ഇതിപ്പോൾ വീഴ്ച എന്ന് വെച്ചാൽ അതിൻ്റെ ഏറ്റവും വലിയ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതിപ്പോൾ ഈ വാർത്ത നമ്മൾ രാവിലെ അറിഞ്ഞപ്പോൾ ഇതിപ്പോൾ ഈ ഗോവിന്ദചാമി അല്ലായിരുന്നുവെങ്കിൽ ഒരു സാധാരണ അവിടെ മറ്റ് ഇത്രമാത്രം വലിയ കുപ്രസിദ്ധനല്ലാത്ത കുറ്റവാളികളുണ്ടല്ലോ, അവരാരെങ്കിലും ആയിരുന്നു ജയിൽ ചാടിയതെങ്കിൽ ഇത്ര വലിയ ഞെട്ടൽ നമുക്കാർക്കും ഉണ്ടാകില്ലായിരുന്നു. ഞെട്ടലും പേടിയും എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു തരത്തിലും പുറത്തേക്ക് പോകാൻ പാടില്ലാത്ത ഒരാളാണ് പുറത്ത് ചാടിയത്. ഇപ്പോൾ തന്നെ നമ്മൾ ഇയാളെ പിടിച്ചു കൊണ്ടുപോകുമ്പോഴൊക്കെ കണ്ട ഒരു ടോട്ടൽ സാഹചര്യങ്ങൾ എടുത്താൽ എന്താ നമ്മൾ കാണുന്നത്? ഇയാൾക്ക് ഒരു കൈ മാത്രമേ ഉള്ളൂ. ഈ ഒറ്റ കൈ വെച്ചിട്ടാണ് ഇയാൾ ഇതെല്ലാം ചെയ്തത്. ഒരു മാസമായിട്ട് ആസൂത്രണം ചെയ്യുകയാണ്. ഇയാൾ ഇത്രയും വലിയ സുരക്ഷാ സംവിധാനങ്ങളുള്ളതിനെ മറികടന്നിട്ട് താഴേക്ക് ചാടി. അയാൾ ചാടിയിട്ട് പോയി ഒളിച്ചു, കൂളായിട്ട് നടന്നുപോയി, പോയി ഒളിച്ചെടുന്ന് പിടിയിലായപ്പോൾ അയാൾ കിണറ്റിലേക്ക് ചാടി. കിണറ്റിൽ നിന്ന് ഇവർ ബലം പ്രയോഗിച്ച് പൊക്കിക്കൊണ്ടുവന്നിട്ടും അയാൾ പോകുന്നത് കണ്ടോ? അയാൾക്ക് ശാരീരികമായിട്ടൊരു താരതമ്യേന പ്രത്യേകിച്ച് ക്ഷീണമൊന്നുമില്ല. നമ്മൾ മറ്റേതെങ്കിലും ഒരാളായിരുന്നെങ്കിൽ ആലോചിച്ച് നോക്കും. ഒരൊറ്റ കയ്യൻ കൊടും കുറ്റവാളി 10-15 വർഷമായിട്ട് ജയിലിനകത്ത് കഴിയുന്ന, ജയിൽ ഭക്ഷണം മാത്രം കഴിച്ച് കഴിയുന്ന ഒരാൾ ഈ കണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ടും കിണറ്റിലേക്ക് ചാടിയിട്ട് പൊങ്ങിയിട്ട് പോലും അയാൾക്ക് കരുത്തിലൊന്നും ഒരു കുറവില്ല. അപ്പോൾ ഇത്രക്ക് അപകടകാരിയായിട്ടുള്ള ഒരാളാണ് ചാടിയത് എന്നത് ഭീമാകരമായിട്ടുള്ള ഭയപ്പെടുന്ന സംഗതിയായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കല്ലേ. അപ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് അതിൻ്റെ വീഴ്ചയുടെ വലിപ്പം നമുക്ക് മനസ്സിലാവുകയാണല്ലോ ഉണ്ടാകുന്നത്. അപ്പം ഇത്തരം ഇന്നിപ്പോൾ പോലീസ് മേധാവി പറയുന്നതായിട്ട് കണ്ടു, അവിടുത്തെ ജയിൽ മേധാവി പറയുന്നതായിട്ട് കണ്ടു, വാർത്ത വന്നതായിട്ട് കണ്ടു, 1 മാസത്തെ ആസൂത്രണം ഉണ്ടായിരുന്നുവെന്ന്. നമ്മളിപ്പോൾ വിശദാംശങ്ങളെല്ലാം പരിശോധിച്ചല്ലോ. 1 മാസത്തെ ആസൂത്രണം ഇത്രമേൽ കൊടും കുറ്റവാളി എന്ന് വെച്ചാൽ എല്ലാവരുടെയും ശ്രദ്ധയിൽ കൂടുതലായിട്ട് വേണ്ട ഒരു കുറ്റവാളി നടത്തിയിട്ടും ഈ ജയിലിനകത്തെ സംവിധാനങ്ങൾക്കൊന്നും ഇയാൾ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലായിട്ടേയില്ല. അയാൾക്ക് താടി നീണ്ടിട്ടുണ്ട്. താടിയൊന്നും വെക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. എങ്ങനെ താടി നീണ്ടിട്ടുണ്ട് ഇയാൾ ഈ തുണിയെല്ലാം സംഘടിപ്പിച്ച് കയ്യിൽ വെച്ചിട്ടുണ്ട്. ഉപ്പ് കരസ്ഥമാക്കിയിട്ട് കാര്യങ്ങൾ നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ കരുതുക എന്താണ്, ഇത്ര വലിയൊരു കൊടും കുറ്റവാളിക്ക് ജയിലിൽ കൂടുതലായിട്ട് ആളുകൾ നന്നായിട്ട് നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടാകും ഈ സംവിധാനം എന്നാണ്. അല്ല എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇയാൾ താഴേക്ക് ഇറങ്ങിയിട്ട് മറ്റൊരു സാഹചര്യത്തിലായിരുന്നെങ്കിൽ ആലോചിച്ച് നോക്കൂ. ഇയാളുടെ മുന്നിലേക്ക് ഇയാളെ പിടിക്കാനാവട്ടോ ചെന്ന ആളുകളെ കൊല്ലുമായിരുന്നില്ലേ, ആളുകളെ മുറിവേൽപ്പിക്കുമായിരുന്നില്ലേ, ആക്രമിക്കുമായിരുന്നില്ലേ? സ്ത്രീകളെയും കുട്ടികളടക്കമുള്ള ആളുകളൊക്കെ ഇയാൾ ഇനി ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയാൽ എത്ര വലിയൊരു കൊടും കുറ്റവാളിയാണ് പുറത്തേക്ക് പോയത്. ഞാൻ ഉറപ്പായിട്ടും വിചാരിക്കുന്നു ഇതിപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ഇയാൾ പിടിയിലായേനെ. കാരണം ഒന്ന്, ഇയാൾക്ക് വലിയ ഈ ഒറ്റക്കൈ എന്ന ഒരു അടയാളം എന്നേക്കുമായിട്ടുണ്ട്. പിന്നെ അയാൾ എങ്ങനെ പോയാലും ഒരു 2-3 ദിവസം എടുത്താലും ഏതെങ്കിലും ഒരു സ്ഥലത്തായിട്ട് ഇയാളുടെ സവിശേഷത കൊണ്ട് പോലീസൊക്കെ പിടിച്ചേനെ. പക്ഷേ എന്നാലും അതിനകത്തുണ്ടായിരിക്കുന്ന വീഴ്ച എന്നത് എത്രമേൽ വലുതാണ് എന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അവിടെ പ്രത്യേകമായ ശ്രദ്ധ നിരീക്ഷണവും വേണ്ടുന്ന ഒരു കുറ്റവാളി പ്രത്യേകമായിട്ട് 1 മാസമായിട്ട് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കും. ഭക്ഷണ രീതി മാറ്റി, മലമെടുത്ത് ഇവരെ എറിയുന്നത് പോലുള്ള അക്രമ സംഭവങ്ങളിലേക്ക് കടന്നു. ഇയാളുടെ ലോക്കപ്പിനകത്തേക്ക് കാര്യങ്ങൾ ശേഖരിച്ച് വെച്ചു. അപ്പോൾ ഇയാൾ അക്രമ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇയാൾ ആക്രമിക്കുമ്പോൾ അങ്ങോട്ടേക്ക് പോകാതിരിക്കുകയാണ് ഈ ഉദ്യോഗസ്ഥരാകെ ചെയ്തത് എന്നാണല്ലോ അർത്ഥം. ഞാൻ പറഞ്ഞു നിർത്താം. അതായത് ഇത് ആ ജയിൽ ഉദ്യോഗസ്ഥരുടെ മാത്രം കുഴപ്പമാണെന്ന് ഞാൻ വിചാരിക്കുന്നേയില്ല. അവരെ കൊണ്ട് മാത്രം ശിക്ഷിച്ചതുകൊണ്ട് മാത്രം ഈ പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഹർഷൻ, കോട്ടയത്തെ മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നപ്പോഴും ഞാൻ പറഞ്ഞതാണ്. സ്കൂളിൽ ആലപ്പുഴയിൽ കൊല്ലത്ത് കുട്ടി ഷോക്കേറ്റ് വീണ് മരിച്ചപ്പോഴും ഞാൻ പറഞ്ഞതാണ്. ഇത് ഈ സംവിധാനത്തിനകത്ത് വലിയ അലസത കയറിക്കൂടിയിട്ടുണ്ട് എന്നതിൻ്റെ തെളിവായിട്ട്, മറ്റൊരു തെളിവായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ഈ സംവിധാനത്തിനകത്ത് വളരെ ലതാർജിക്കായിരിക്കുകയാണ് ഈ സംവിധാനങ്ങളെല്ലാം. അത് അക്കാര്യത്തിൽ സർക്കാരിന് വേണമെങ്കിൽ അഡീഷണൽ ശ്രദ്ധ അതിനകത്തേക്ക് വെക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുമായിരുന്നില്ല. ഇതിപ്പോൾ ഇയാൾക്കറിയില്ല, പുറത്തേക്ക് ചാടിയാൽ വേണ്ട സംവിധാനങ്ങൾ പുറത്ത് സഹായം കിട്ടിയില്ലെങ്കിൽ ഇയാൾക്കറിയില്ല ഗോവിന്ദചാമി എന്ന പേര് അന്തരീക്ഷത്തിലേക്ക് വന്നാൽ കേരളം എത്രമേൽ ജാഗരൂകരാകും, നമ്മുടെ മീഡിയ എത്രമേൽ ജാഗരൂകരാകും, നമ്മുടെ നാട്ടുകാർ എത്രമേൽ ജാഗരൂകരാകും. ഇന്നല്ലെങ്കിൽ നാളെ അയാൾ പിടിച്ചേനെ. അത് അയാൾക്കറിയില്ല. പക്ഷേ അത് സംവിധാനങ്ങൾ ആ നിലക്ക് കാര്യങ്ങൾ ലൂസാക്കി വിട്ടു.
ഞാൻ നേരത്തെ പറഞ്ഞ 2 സംഭവങ്ങൾ എന്ന പോലെ കേരളത്തിൽ ആവർത്തി സംഭവിക്കുന്ന സംഭവങ്ങൾ ഇത് തമ്മിലൊന്നും പരസ്പരം ഒരു സാമ്യവുമില്ലാത്ത സംഭവവികാസങ്ങളാണ്. പക്ഷേ നമ്മുടെ മനുഷ്യരുടെ പൗരരുടെ ജീവനും സുരക്ഷയ്ക്കും സൗകര്യം ചെയ്തു കൊടുക്കേണ്ടുന്ന നമ്മുടെ സർക്കാരിൻ്റെ സംവിധാനങ്ങൾ ലൂസായിരിക്കുന്നു. ആ സ്ട്രക്ചർ പതുക്കെ താഴോട്ട് പോവുകയാണ്. അത് അലസമായിരിക്കുന്നു, ലതാർജിക്കായിരിക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവായിട്ട് കൂടിയാണ്, മറ്റൊരു തെളിവായിട്ട് കൂടിയാണ് ഞാൻ ഈ സംഭവത്തെ കാണുന്നത്. തീർച്ചയായും. അതായത് ഈ സംവിധാനത്തിൽ, ഈ സിസ്റ്റത്തിൽ, നമ്മുടെ ഈ സമൂഹത്തിൽ ധാരാളം കുറ്റവാളികളുണ്ട് എല്ലാ അർത്ഥത്തിലും. അതിപ്പോൾ ഉദ്യോഗസ്ഥർക്കിടയിലുണ്ടാവാം, പിടിക്കപ്പെടാത്ത കുറ്റവാളികൾ മറ്റു പലതരത്തിലും വ്യാപിച്ച് കിടക്കുന്നുണ്ടാവും. പക്ഷേ ഇയാൾ ഒരു വലിയ കുറ്റവാളിയാണ് എന്നതിനെല്ലാ തെളിവുകളും കേരളീയ സമൂഹത്തിന് മുന്നിലുണ്ട്, ലോകത്തിന് മുന്നിലുണ്ട്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതാണ്. സുപ്രീം കോടതിയിൽ നിന്ന് ഇളവ് നേടി ഇപ്പോൾ ജീവപര്യന്തം തടവിന് അവിടെ കിടക്കുന്ന ഒരാളാണ്. ഒരു ജീവപര്യന്തം തടവുകാരൻ എന്ന മട്ടിൽ പിന്നീടുള്ള പരിഗണന ഇയാൾക്കുണ്ടായാൽ അത് വലിയ അപകടമാണെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. ഒന്ന്, എത്ര ക്രൂരമായാണ് സൗമ്യയെ കൊന്നത് എന്നത് നമ്മൾ ആവർത്തിച്ച് ഓർത്തു പോകേണ്ടതുണ്ടല്ലോ. മലയാളിക്കത് ഓർമ്മയുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വളരെ പെട്ടെന്ന് കേരളം മുഴുവൻ ഒരുമിച്ച് ഞെട്ടിയതും ആ കരുതലെടുത്തതും. സൗമ്യയുടെ താടിയല് പൂർണ്ണമായി തകർന്നു പോയിരുന്നു. 13 പല്ലുകൾ തകർന്നു പോയിരുന്നു. ഒരു പല്ല് വയറ്റിലെത്തി. അതെന്തൊരവസ്ഥയിലായിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്ക്. ആ തലച്ചോറിൽ മുഴുവൻ രക്തം വ്യാപിച്ചിരുന്നു. ഇങ്ങനെ ഒരവസ്ഥയിൽ ക്രൂരമായി ആക്രമിക്കപ്പെട്ടു സൗമ്യ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു ദയയും അർഹിക്കാത്ത ഒരു കുറ്റവാളിയാണ് ഈ ഗോവിന്ദചാമി എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ അയാളെ ആ പരിഗണന തന്നെ വേണം അയാൾക്ക് കൊടുക്കാൻ. അയാൾക്കൊരു സഹതടവുകാരനെയൊക്കെ കൊടുത്ത് ആ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടതാണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. വേണമെങ്കിൽ ഒരു ഏകാന്ത തടവിലേക്കൊക്കെ മാറ്റാൻ ജയിലിന് കഴിയില്ലേ, അധികൃതർക്ക് കഴിയില്ലേ എന്നെനിക്കറിയില്ല. ഇനി അതിൻ്റെ നിയമവശങ്ങൾ നോക്കണം. വേറൊരു കാര്യം, ഇയാൾ അവിടെ നിരന്തരം കുഴപ്പക്കാരനായിരുന്നു. 10 മാസം അധികം തടവിന് വേറെ ശിക്ഷ ജയിലിലുണ്ടാക്കിയ കുഴപ്പങ്ങൾക്ക് അയാൾക്കെതിരെ വിധി വന്നിട്ടുള്ളതാണ്. അയാൾ അവിടെ കിടന്നിട്ട് എന്നും ബിരിയാണി വേണം. അതൊക്കെ ഈ നേരത്തെ തന്നെ പുറത്തു വന്ന വാർത്തകളാണ്. ഇയാൾ ബിരിയാണിക്ക് വേണ്ടി ബഹളം വെക്കുന്നു, ജയിൽ മാറ്റത്തിന് ബഹളം വെക്കുന്നു, ഈ സെല്ല് മാറ്റത്തിന് വേണ്ടി ബഹളം വെക്കുന്നു എന്നതൊക്കെ. ഇതൊക്കെ ഈ ആവശ്യങ്ങളൊക്കെ ഉയരുമ്പോൾ ഇതെന്തിനു വേണ്ടിയാണ് എന്നുള്ള പഠനം ജയിൽ അധികൃതർ നടത്തേണ്ടതല്ലേ എന്നുള്ളതാണ് എൻ്റെ സംശയം. കാരണം ഇയാൾക്ക് ഇപ്പോൾ വന്ന റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ പെട്ടെന്ന് ജയിൽ അധികൃതരുടെ നോട്ടം എത്താത്ത ഒരു സ്ഥലത്തേക്കാണ് ഇയാൾ മാറ്റം ആവശ്യപ്പെട്ടുകൊണ്ട് അവിടേക്ക് മാറിയിരിക്കുന്നത് എന്ന്. ഇയാൾ ഉപ്പ് ശേഖരിക്കുന്നു എന്ന് പറയുന്നത്, ഉപ്പ് ശരിയാണ്, ഭക്ഷണത്തിൻ്റെ കൂടെ ഉപ്പ് കിട്ടും ജയിലിൽ. ഇത് ഇയാൾ ശേഖരിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കേണ്ടതല്ലേ ഇയാളെപ്പോലൊരു കുറ്റവാളി? പ്രത്യേകിച്ച് ഇയാളെ മുമ്പ് പിടികൂടിയ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ പറഞ്ഞു, വെറുതെ എൻ്റെ മനസ്സിൽ എപ്പോഴും തോന്നുമായിരുന്നു ഇവൻ ജയിൽ ചാടും എന്ന് തോന്നിക്കൊണ്ടേയാണ് ഇരുന്നതെന്ന്. കാരണം അത്രയ്ക്ക് വലിയ ക്രിമിനലാണ് ഇയാൾ. മറ്റൊന്നും മുന്നിലില്ല. അയാൾ ഒരു കുറ്റവാളിയാണ്, സമ്പൂർണ്ണ കുറ്റവാളിയാണ്. അതുകൊണ്ട് തന്നെയാണ് അയാൾ സംരക്ഷിക്കപ്പെടുന്നതും. കാരണം അയാൾക്ക് വേണ്ടിയിട്ട് സുപ്രീം കോടതിയിൽ പോകാൻ വരെ ആളുണ്ട്, ഹൈക്കോടതിയിൽ കേസ് വാദിക്കാൻ ആളുണ്ട്, ഇയാൾക്ക് വേണ്ടി സമ്പത്തിറക്കാൻ ആളുണ്ട്. അപ്പോൾ അയാൾ അത്ര വലിയ കുഴപ്പക്കാരനാണ്, കുറ്റവാളിയാണ്. ആ കുറ്റവാളികളുടെ നെറ്റ്വർക്കിൽ ഇയാളൊരു പ്രധാനപ്പെട്ട കക്ഷിയുമാണ്. അതും നമുക്ക് നമ്മുടെ സിസ്റ്റത്തിനും സർക്കാരിനും ഒക്കെ ബോധ്യമുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അയാളെ ഈ മട്ടിൽ മാത്രമല്ല നിരീക്ഷിക്കേണ്ടത്. ഇയാൾ നിരപരാധിയാണെന്ന് പറഞ്ഞ് വലിയ ക്യാമ്പയിൻ വേറെ സമാന്തരമായി നടക്കുന്നു. ചില രാഷ്ട്രീയ നേതാക്കളോ രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ടവരോ പോലും അത്തരം ക്യാമ്പയിനുകളിൽ പങ്കാളികളാകുന്നു എന്ന തരത്തിൽ വരെ വാർത്തകൾ പ്രചരിച്ചതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരാൾ ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അതെന്തിനാണ് എന്നുള്ളത് ആലോചിക്കേണ്ടിയിരുന്നു. പിന്നെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് വിട്ടുപോയ സഹതടവുകാരുടെ, അതായത് ശിക്ഷ അവസാനിപ്പിച്ച് പോയ തടവുകാരുടെ തുണികളാണ് ഇയാൾ ശേഖരിച്ചിട്ട് അവിടെ കയറായിട്ട് ഊർന്നിറങ്ങുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഇവരെ നിരീക്ഷിക്കുന്നില്ല. ഇതൊക്കെ എവിടെയാണ് ഇയാൾ സൂക്ഷിച്ചു വെച്ചത്? അത് നിരീക്ഷിക്കേണ്ടതല്ലേ? അപ്പോൾ എൻ്റെ സംശയം, ഏതെങ്കിലും ഒരു തരത്തിൽ പല കാരണങ്ങളുണ്ടാവാം ഇയാൾക്ക് പുറമേ നിന്ന് സഹായം കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. പുറമേ നിന്നുള്ള ഒരു സഹായം, അയാൾക്ക് ജയിൽ ചാടുന്നതിനുള്ള ഒരു സഹായം ഏതെങ്കിലും തരത്തിൽ അയാൾക്ക് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ 2 പേരും ഒരുമിച്ച് ചാടാനാണ് അവിടുന്ന് തീരുമാനിച്ചിരുന്നത്. മറ്റേ ആൾക്ക് ഇയാളെപ്പോലെ ഈ ശരീരം കുറയ്ക്കാൻ, ഇയാൾ ആ കുറ്റവാളി എന്ന നിലയ്ക്ക് ഇയാൾ ഏത് തരത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്? ഉണക്കച്ചപ്പാത്തി മാത്രം കഴിച്ചിട്ടാണ് ഇയാൾ ശരീരം ഇങ്ങനെ മെലിച്ചത്, വേറെ ഭക്ഷണം ഒന്നും കഴിക്കാതെ. എന്നും ബിരിയാണി വേണമെന്ന് ആവശ്യപ്പെടുന്നവൻ ഈ ഉണക്കച്ചപ്പാത്തി മാത്രം കഴിക്കാൻ തീരുമാനിക്കുമ്പോൾ അതും ആലോചിക്കണം ഈ ജയിൽ അധികൃതർ എന്തുകൊണ്ടാണ് ഇവനിങ്ങനെ. മാത്രമല്ല ഭക്ഷണ കാര്യത്തിൽ ജയിലിലെ നിയമം അനുസരിച്ച് ഈ തടവ് പുള്ളികൾ ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുന്നുണ്ടോ എന്നുള്ളത് നിരീക്ഷിക്കേണ്ടത് ഇവരുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ആ നിരീക്ഷണവും അവിടെ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇയാൾക്ക് ഇങ്ങനെ നിന്ന നിപ്പിൽ മെലിയാൻ കഴിയുന്നത്. മെലിഞ്ഞതിന് ശേഷം അയാൾ അവിടുന്ന് ജയിൽ ചാടുന്നു. എന്തായാലും ഈ കരുതലും പോലീസിൻ്റെ ഇടപെടലും, ഇതൊക്കെ പറയുമ്പോഴും പോലീസിൻ്റെ കാര്യക്ഷമമായ ഇടപെടൽ, നാട്ടുകാരുടെ ആ ഒരു അത് ഞെട്ടലിൽ നിന്നുണ്ടാവുന്ന ആ ഒരു ശ്രദ്ധ, ഇതെല്ലാം കൊണ്ട് വളരെ പെട്ടെന്ന് അയാളെ
പിടികൂടാൻ കഴിഞ്ഞത് വലിയ ആശ്വാസം ഉണ്ടാക്കുന്ന സംഗതിയാണ്. നിശ്ചയമായിട്ടും അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് 2-3 മണിക്കൂറിനകത്ത് 3-4 മണിക്കൂറിനകത്ത് ഇയാളെ പിടിയിലായത് നന്നായി. ഈ രാത്രി കൂടെ ഇയാൾ പുറത്തായിക്കൊണ്ടാണ് കടന്നു പോകുന്നതെങ്കിൽ, ഈ ദിവസം കടന്നു പോകുന്നതെങ്കിൽ വലിയ വേവലാതിയിലേക്ക് നമ്മുടെ നാട്ടിലെ ആളുകൾ എത്തിയേനെ. എന്ന് മാത്രമല്ല, ഇയാൾ വല്ല വാഹനത്തിലോ മറ്റോ കയറിയിട്ട് എങ്ങോട്ടെങ്കിലും പോയിരുന്നെങ്കിൽ പിടികൂടും, ഉറപ്പായിട്ടും പിടികൂടും. അയാളുടെ സവിശേഷത അങ്ങനെ പിടികൂടാതിരിക്കില്ല. പക്ഷേ അത് വലിയ വേവലാതിയിലേക്ക് നമ്മുടെ നാട്ടുകാരെ ആകെപ്പാടെ എടുത്തെറിഞ്ഞേനെ എന്ന കാര്യത്തിൽ അതിനകത്തൊരു ഒരു കാര്യമുണ്ട് സനീഷ്. ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, ഈ കേരളത്തിലെ ഈ ലഹരി പിടുത്തം ഒക്കെ വളരെ സജീവമായതോടെ കേരളത്തിലെ ജയിലുകളിൽ തടവ് പുള്ളികളുടെ എണ്ണം വല്ലാതെ വർദ്ധിക്കുന്നു. അവരെ മുഴുവൻ നോക്കാൻ ജയിലധികൃതർക്ക് കഴിയുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം കൂടിയുണ്ട്. നമ്മളിതൊക്കെ പറയുമ്പോൾ, വലിയ വീഴ്ച സംഭവിച്ചു എന്ന് പറയുമ്പോൾ സർക്കാരിൻ്റെ ഒരു ഉത്തരവാദിത്വമുണ്ട്. കാരണം ജയിലിൽ ഈ ആളുകളെ നോക്കാൻ പാകത്തിന് ആവശ്യമായ ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടോ എന്നുള്ളത് ഉറപ്പാക്കേണ്ടത് സർക്കാരാണ്. ജയിലിലെ തടവ് പുള്ളികളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അതിന് ആനുപാതികമായി ജയിൽ ഉദ്യോഗസ്ഥരുടെ എണ്ണവും അവിടെ തസ്തികകൾ ഇനി വർദ്ധിപ്പിച്ചിട്ടായാലും ജയിൽ ഉദ്യോഗസ്ഥർ അവിടെ വേണ്ടതാണ്. അതില്ല എന്നുള്ളത് വലിയ കുഴപ്പമാണ്. ആ പോയിന്റ് കൂടെ ഉന്നയിക്കേണ്ടതാണ്. പക്ഷേ ഇതിന് ആ എക്സ്ക്യൂസ് കൊടുക്കാൻ പറ്റില്ല. കാരണം ഇത്രമേൽ വലിയൊരു കൊടും കുറ്റവാളി ഒരു മാസമായിട്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അയാളെ ഒന്ന് ചെന്ന് നോക്കാൻ പോലും ഇവർ ശ്രമിച്ചില്ല എന്ന്. അതായത് ആ തുണി എവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നെങ്കിലും ഇവർ കണ്ടെത്തേണ്ടതല്ലേ. അപ്പോൾ ആ നിരീക്ഷണം അവിടെ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതൊരു വലിയ വീഴ്ച തന്നെയാണ്. അതാണ്. അതിസുരക്ഷാ ജയിൽ, പടുകൂറ്റ ചുമരുകളാൽ ചുറ്റപ്പെട്ട 10ാം ബ്ലോക്ക്, ജയിലിനുള്ളിലെ ജയിലെന്നറിയപ്പെടുന്ന ആ 10ാം ബ്ലോക്കിൽ നിന്നാണ് ഗോവിന്ദച്ചാമി നിസ്സാരമായി പുറത്തെത്തിയത്. രാപ്പകൽ വ്യത്യാസമില്ലാതെ ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണത്തിലുള്ള അവിടെ നിന്ന് പൊതുസമൂഹത്തിന് ഭീഷണിയായ കൊടും കൊലപാതകി ഗോവിന്ദച്ചാമി എന്ന സൈക്കോപാത്ത് എങ്ങനെ പുറത്തു കിടന്നെന്ന ചോദ്യത്തിന് ജയിൽ അധികൃതർ കൃത്യമായ വിശദീകരണം നൽകിയേ മതിയാകൂ. ജയിൽ ഉദ്യോഗസ്ഥരുടെ കുറവടക്കമുള്ള പ്രതിസന്ധികൾ യാഥാർത്ഥ്യമാണ്. എന്നാലും കൊടും ക്രിമിനലുകളെ പോലും കൃത്യമായി നിരീക്ഷിക്കുന്നില്ല എന്നത് അവിശ്വസനീയമാണ്. നിരീക്ഷണ ക്യാമറകൾ നോക്കാൻ ആരും അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? ടവർ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നവർ എന്ത് ചെയ്യുകയായിരുന്നു? ഇലക്ട്രിക് ഫെൻസിംഗ് എങ്ങനെ പ്രവർത്തനരഹിതമായി? അങ്ങനെ ഉത്തരം കിട്ടേണ്ട ചോദ്യങ്ങൾ നിരവധിയാണ്. ഇതിനെല്ലാം ജയിൽ വകുപ്പ് ഉത്തരം പറഞ്ഞേ മതിയാകൂ എന്ന് RDX ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു. അടുത്ത വിഷയത്തിലേക്ക്.